ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വർക്കല ട്രിപ്പിൻ്റെ കുറേ മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഏത് റിസോർട്ടിലാണ് താമസിച്ചത്, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കഫേസ്, ഞങ്ങൾ എങ്ങനെയാണ് അവിടെ സ്പെൻഡ് ചെയ്തത്, എങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് എന്നതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞങ്ങൾ വർക്കലയിലേക്ക് പോയത്. ആൻഡ് വി ഓപ്റ്റഡ് ഫോർ ട്രെയിൻ ആകുമ്പോൾ വളരെ ചെറിയ സമയത്തുള്ള നമുക്ക് വർക്കലയിലേക്ക് എത്താനായിട്ട് പറ്റും. ഒരു 45 മിനിറ്റ്സ് മതിയാവും നമുക്ക് വർക്കലയിൽ എത്താനായിട്ട്. അപ്പോൾ ഒരു 12:15 ആയപ്പോഴേക്കും ഞങ്ങൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് ട്രെയിൻ കയറി 1 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ വർക്കലയിലെത്തി. ആൻഡ് വർക്കലയിൽ ഞങ്ങളുടെ സ്റ്റേ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എലിക്സർ ക്ലിഫ് ബീച്ച് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങളുടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടല്ല, ഞങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ റിസോർട്ട് കിട്ടിയത് 7,000 പെർ നൈറ്റിനാണ് ഞങ്ങൾക്ക് ഈ റിസോർട്ട് അവൈലബിൾ ആയത്. ഞങ്ങൾക്ക് കിട്ടിയതും സീ വ്യൂ റൂമാണ്, അതും 3rd ഫ്ലോറിൽ. ആൻഡ് അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നമുക്കിങ്ങനെ ബെഡിൽ കിടന്നാൽ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ബീച്ചാണ്. അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സി വ്യൂ റൂംസ് തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ ഞങ്ങളവിടെ ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ട്രിപ്പീസ് ലൈഫ് എന്ന് പറയുന്ന കഫേയിലേക്കാണ് ഞങ്ങൾ പോയത്. റിസോർട്ടിൽ നിന്നല്ല ഞങ്ങൾ കഴിച്ചത്, അവിടേക്കാണ് പോയത്. ആൻഡ് ഈ കഫേനെ പറ്റി എനിക്കെടുത്ത് പറയാനുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ റിസോർട്ടും ഈ കഫേയും എല്ലാം വരുന്നത് സൗത്ത് ക്ലിഫിലാണ് വരുന്നത്. വർക്കലയിലെ മെയിൻ ഏരിയാസ് എല്ലാം നോർത്ത് ക്ലിഫിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഫേ എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കഫേയാണ്, ഒരു അണ്ടർ റേറ്റഡ് കഫേ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടുത്തെ വൈബ് എന്ന് പറയുന്നത് പ്രിറ്റി അമേസിങ് വൈബാണ് അവിടുത്തെ. നൈറ്റൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. അതേപോലെ ഫുഡ് ആണെങ്കിലും ഭയങ്കര വെറൈറ്റി ഡിഷസ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വർക്കലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കഫേയാണ് ഇത് കേട്ടോ, ട്രിപ്പീസ് ലൈഫ്. റേറ്റ്സ് ബിറ്റ് ഹയർ ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഓരോ പെന്നിക്കും ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിഞ്ഞ് നേരെ റിസോർട്ടിൽ പോയി അവിടെ റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവർ റിസോർട്ടിൽ നിന്ന് ബീച്ചിലേക്ക് ഒരു പ്രൈവറ്റ് ആക്സസ് ഉണ്ട്. ഇതിങ്ങനെ ഒരു ചെറിയൊരു വഴി താഴേക്കുണ്ട്. ഇത് ആക്ച്വലി ക്ലിഫിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ആൻഡ് ആ പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. കണ്ടില്ല, ഒരു ചെറിയ ടണലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഇതിങ്ങനെ പോകുന്നത്. ഇതിങ്ങനെ പതിയെ ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ ബീച്ചിലേക്ക് എത്തും. കുറച്ച് വഴിയുണ്ട് കേട്ടോ നടക്കാനായിട്ട്. എന്നാലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് അല്ല. ഈ റിസോർട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് താഴെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം അധികം തിരക്കില്ല, നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ കാമാണ്, സൂപ്പർബാണ്. അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് ഫുള്ള് ഞങ്ങൾ അവിടെ തന്നെയാണ് എൻജോയ് ചെയ്തത്. ആൻഡ് ഓൾസോ വി ക്യാൻ സി പാരാഗ്ലൈഡിങ് ആണോ, അല്ല, യെസ്, പാരാഗ്ലൈഡിങ്. ഇതിങ്ങനെ എപ്പോഴും ഇതിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ പോകട്ടോ. നമുക്ക് റൂമിൽ കിടന്നാൽ നമുക്ക് അതിങ്ങനെ പോകുന്നത് കാണാനായിട്ട് പറ്റും. അതൊരു രസമാണ് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ വൈകുന്നേരം കുറേ നേരം ഞങ്ങൾ പൂളിലിരുന്ന് കളിച്ചു. അവിടുത്തെ പൂള് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ, വലിയ പൂളാണ്. കൂടാതെ 2 ബേബി പൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അതിൻ്റെ അകത്ത് സുഖമായിട്ട് കളിക്കാനായിട്ട് പറ്റി. എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ നൈറ്റ് ഞങ്ങൾ എങ്ങോട്ടും പോയൊന്നുമില്ല. ഡിന്നർ വീണ്ടും ഞങ്ങൾ ആ കഫേയിലേക്ക് തന്നെയാണ് വീണ്ടും പോയത്. ആൻഡ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ വേക്കപ്പ് ചെയ്തു. ഞങ്ങളൊരു റിലാക്സ്ഡ് സ്റ്റേ ആണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ എവിടേക്കും പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര റിലാക്സ് ചെയ്ത് ഞങ്ങൾ എണീറ്റു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഈ നോർത്ത് ക്ലിഫിലേക്ക് പോയത്. അവിടെയാണ് ഈ കടകളും കഫേസും ഒക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നതും ആ ഒരു സൈഡിലേക്കാണ്. അങ്ങനെ ആ വഴി മൊത്തം ഞങ്ങൾ നടന്നു. ഒരുപാട് കടകളും, ഡ്രസ് കടകളുണ്ട്, ബാഗുകളുടെ കടകളുണ്ട്, ഓർണമെൻറ്റ്സിൻ്റെ ഉണ്ട്. ഒരു ബിറ്റ് കോസ്റ്റ്ലിയാണ് എല്ലാം. അതെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഒരുപാട് കഫേസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഞങ്ങൾ എന്നിട്ട് അതിനുശേഷം ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് കഫേ ഡെൽമാർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്.
ChatGPT സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. ഫുഡൊക്കെ അടിപൊളിയാണ്. ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഫുഡ് തരുന്നത്. ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഫേ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. തിരിച്ചും ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. ഓവറോൾ പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈമിൽ ഒരു പെർഫെക്റ്റ് ഗെറ്റ് അവേ ആയിരുന്നു കേട്ടോ. റിസോർട്ടായാലും ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടായാലും ഞങ്ങൾ പോയിട്ടുള്ള കഫേസ് ആയാലും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളത് തന്നെയായിരുന്നു. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഓടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതെ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളത് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.